ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ്.ഐ.ടിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ വിഷയത്തിൽ സമാന്തരമായി ചില അന്വേഷണങ്ങൾ നടത്തുന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. എസ്.ഐ.ടി അന്വേഷിക്കുന്നത് സ്വർണ്ണക്കവർച്ചയാണെങ്കിൽ ഇ.ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ വിവിധ തലത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയോ എന്ന സംശയമാണ് ഇ.ഡിക്കുള്ളത്. അതിൻ്റെ ചില പ്രാഥമിക സൂചനകളും തെളിവുകളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയത്, കോടതിയെ സമീപിച്ചത്, കോടതിയുടെ അനുമതിയോടുകൂടി കേസ് ചാർജ് ചെയ്ത് അന്വേഷിക്കാൻ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തിരുവല്ലയിലെ, അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കവല എന്ന സ്ഥലത്തെ ഒരു പൂട്ടിപ്പോയ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലും അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലും, അദ്ദേഹത്തിൻ്റെ വീട് രാമഞ്ചിറയിലാണ്, ആ വീട്ടിലും ഇ.ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയിരുന്നു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച പരിശോധന രാത്രി വൈകിയാണ് അവസാനിച്ചത്. ഇവിടെ നിന്ന് നിരവധി രേഖകൾ ഇ.ഡി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ അവർ പുറത്തുവിടുന്നില്ല. എന്തുകൊണ്ട് ഈ പണമിടപാട് സ്ഥാപനത്തിലേക്ക്, പൂട്ടിപ്പോയ സ്ഥാപനത്തിലേക്ക് എന്തുകൊണ്ട് ഇ.ഡി ഉദ്യോഗസ്ഥർ എത്തി എന്ന ചോദ്യം മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടം റെയ്ഡ് ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ സ്ഥാപനം നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ്, അങ്ങനെയാണ്, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ വന്നതിന് ഒരു കാരണമുണ്ട്. ഇപ്പോൾ എസ്.ഐ.ടി അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് ഇവിടെ 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുമെങ്കിലും 1000-ഓളം ക്ഷേത്രങ്ങൾ തന്ത്രാവകാശമുള്ള ശ്രീ കണ്ഠരര് രാജീവർക്ക് 2.5 കോടി രൂപയുടെ വരുമാനം അത്ര വലുതല്ല. കാരണം ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പൂജയ്ക്ക് പോയാൽ കിട്ടുന്ന ദക്ഷിണയുണ്ട്. വർഷാവർഷം ഇവിടങ്ങളിലൊക്കെ ഉത്സവ സമയത്തെങ്കിലും തന്ത്രി ആ ക്ഷേത്രത്തിലെത്തണം എന്നാണ്. ഉത്സവം നടക്കുന്ന വേളയിൽ ഒരു ദിവസമെങ്കിലും തന്ത്രിയുടെ സാന്നിധ്യം, കൊടിയേറ്റിനും കൊടിയേറി ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നത് വരെയുള്ള ആ കാലയളവിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും തന്ത്രി അവിടെ സന്ദർശിക്കണം, പൂജകളിൽ പങ്കെടുക്കണം, അതിന് നേതൃത്വം നൽകണം എന്നുള്ളതാണ് ആചാരപരമായ കീഴ്വഴക്കം. അതുകൊണ്ട് തന്നെ ഈ 1000-ഓളം ക്ഷേത്രങ്ങളിൽ തന്ത്രത്തിന് ചെല്ലുമ്പോൾ കിട്ടുന്ന ദക്ഷിണ മാത്രം മതി അദ്ദേഹത്തിന് ഈ 2.5 കോടിയിലധികം ഒരു വർഷം വരുമാനം ലഭിക്കാൻ. അതുകൊണ്ട് ആ തുകയെക്കുറിച്ച് വലിയ അത്ഭുതങ്ങളൊന്നും ആരും പ്രകടിപ്പിക്കുന്നില്ല. ഇ.ഡി ഉദ്യോഗസ്ഥർക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ അറിയുമായിരിക്കും, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഈ 2.5 കോടി രൂപ അവിടെ തന്ത്രി നിക്ഷേപിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ സ്ഥാപനം പൊളിഞ്ഞ് പൂട്ടിപ്പോയിട്ടും ആ പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഉടമസ്ഥനെതിരെ ഒരു പരാതി പോലും കൊടുക്കാൻ തന്ത്രി തയ്യാറായിട്ടില്ല. ഇതാണ് ഇ.ഡിയെ ആ സ്ഥാപനത്തിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം. ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് എൻ.എം. രാജു എന്നൊരാളാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഏതാണ്ട് കേരളത്തിൽ 152 ശാഖകളോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്. എന്തുകൊണ്ട് സ്ഥാപനം പൂട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറയുന്നത് 2018-19 കാലത്തെ പ്രളയം സംഭവിച്ചപ്പോൾ കുറച്ച് പണം നഷ്ടമായി തനിക്ക്, അങ്ങനെയാണ് ബിസിനസ് പൊളിഞ്ഞത് എന്നാണ് എൻ.എം. രാജു നൽകുന്ന വിശദീകരണം. എന്നാൽ സ്ഥിരീകരിക്കാത്ത മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എന്തായാലും ഈ ഇ.ഡി ഉദ്യോഗസ്ഥർ ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഓഫീസിലെത്തി പരിശോധന നടത്തുകയും അതിൻ്റെ ഉടമസ്ഥൻ എൻ.എം. രാജുവിൻ്റെ രാമഞ്ചിറയിലെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും നിരവധി രേഖകൾ പരിശോധനയ്ക്കായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാജുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇ.ഡി ഉദ്യോഗസ്ഥർ.
ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട MP ആന്റോ ആന്റണി ഈ സ്ഥാപനത്തിൽ നിന്ന് വലിയൊരു തുക കടമെടുത്തിട്ടുണ്ട് എന്നാണ്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ മുമ്പും നമ്മുടെ യൂട്യൂബ് ചാനലുകളിലടക്കം, മുഖ്യധാരാ ചാനലുകളിലടക്കം പരാമർശിക്കപ്പെട്ടതാണ്. പക്ഷെ വലിയ രീതിയിൽ ചർച്ചയായില്ല. എന്തായാലും ഈ ആന്റോ ആന്റണി അവിടെ നിന്ന് ഒരു വലിയ തുക കടമെടുക്കുകയും എന്നാൽ അതിൻ്റെ പലിശയോ മുതലോ ഇതുവരെ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടില്ല എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. ഈ റെയ്ഡ് ഒരു പക്ഷേ ആന്റോ ആന്റണിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ED അന്വേഷണം ആ വഴിക്ക് മുന്നേറുന്നതായും ED വൃത്തങ്ങൾ, ED ഉദ്യോഗസ്ഥർ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്നു. അതേക്കുറിച്ചൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ വരുമെന്ന് കരുതാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ആന്റോ ആന്റണി MP ഈ കേസിലെ സ്വർണ്ണക്കൊള്ള കേസിലെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ബന്ധമുള്ളയാളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് ഡൽഹിയിലെത്തി സോണിയയുടെ വസതിയിൽ ചെന്ന് അവരെ സന്ദർശിക്കാനും അവരുടെ കയ്യിൽ പൂജിച്ച ചരട് കെട്ടിക്കൊടുക്കാനും ഒക്കെ ശുപാർശ ചെയ്യുകയും ഒപ്പം പോവുകയും ചെയ്തയാളാണ് എന്ന് ഏതാണ്ട് ആ ചിത്രങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അടൂർ പ്രകാശ് MPയും ആന്റോ ആന്റണി MPയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ചിത്രങ്ങളുടെ ആധികാരികതയെ സംബന്ധിച്ചൊന്നും ആരും ഇതുവരെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വാസ്തവമാകാനാണ് സാധ്യത. അങ്ങനെ ആന്റോ ആന്റണിക്ക് തൊട്ടാൽ തെറിച്ച വിദൂരമായ ഒരു ബന്ധമെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയേണ്ടതാണ്. വായ്പ എടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് എടുത്തിട്ടില്ല എന്ന് പറയാം. ഇവിടെ തന്ത്രിയും ഈ MPയും അതുപോലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊക്കെയായിട്ട് വളരെ ഊഷ്മളമായ സൗഹൃദവും ബന്ധവും ഉണ്ടായിരുന്നു എന്ന ഒരു സംശയമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ ഈ പരിശോധനയെ ഒട്ടും കുറച്ചു കാണാൻ സാധിക്കില്ല. ഇവരെല്ലാവരും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടായിരുന്നു എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. ആ അന്തർധാരകളാണ് ഇവരെ സംശയിക്കാനും കാരണം. അതിൽ പിടിയിലായത് തന്ത്രി കണ്ഠരര് രാജീവരും അതുപോലെ അവിടെ തന്ത്രിയുടെ സഹായിയായി ശബരിമലയിൽ പറ്റിക്കൂടിയ ഈ കേസിലെ ഒന്നാം പ്രതി സ്പോൺസർമാരെ കണ്ടെത്തി കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. മറ്റു കാര്യങ്ങൾ വഴിയെ നമുക്ക് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നെടുമ്പറമ്പിൽ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൻ്റെ ഓഫീസുകളിൽ വിശദമായ പരിശോധന നടത്തിയ ED അവിടുന്ന് രേഖകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകും എന്നാണ് ED പറയുന്നത്. തന്ത്രിയെയും ഒരു പക്ഷേ ED കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സാധ്യത ഉണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിന് ആൾറെഡി നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ നോട്ടീസ് കൊടുത്ത് ED ഓഫീസിലേക്ക് വിളിപ്പിക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ED അന്വേഷിക്കുന്നത് കള്ളപ്പണ കേസാണ്, സ്വർണ്ണക്കൊള്ളയല്ല. ഇതിൻ്റെ പുറകിൽ ചില കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നതിൻ്റെ തെളിവുകളും സൂചനകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ED ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും അത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.